വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അമ്പലത്തിലൊക്കെ പോയിട്ട് ഭയങ്കര ഭക്തിയായിട്ടൊക്കെ വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്ലീനിങ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറേ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ഡ്രസ്സുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, കുറേ ഡ്രസ്സുകൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ എല്ലാം അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഭയങ്കര ചെറുതായതൊക്കെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം, എന്തിനാണ് വെറുതെ വീട്ടിൽ വെച്ചേക്കുന്നത്, പിന്നെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അനിയത്തിയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഉപയോഗിക്കാമല്ലോ, അവർക്കൊക്കെ ഉപയോഗിക്കാമല്ലോ. ഞാൻ 1-2 തവണയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ കാണും. അപ്പോൾ അതിനെയൊക്കെ പറ്റി അപ്പോൾ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് കുറേ ഐഡിയ കിട്ടിയത്. എൻ്റെ 2011 അല്ലെങ്കിൽ 2009 തൊട്ട് എൻ്റെ ഫാഷൻ സെൻസിലുള്ള ഒരു 4-5 വർഷം ഞാൻ ഇങ്ങനെയുള്ള ചുരിദാറുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് പഴയ നൊസ്റ്റാൾജിയൊക്കെ അടിച്ചപ്പോൾ ഞാൻ ആ ചുരിദാറുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ 2009 ഫാഷൻ സെൻസ് എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഫാഷൻ സെൻസ് ആണെന്ന് ആ വർഷം എന്ന് എനിക്കറിയത്തില്ല. ഈ ബാക്കിൽ സൗണ്ട് കേൾക്കുന്നത് ഇവിടുത്തെ ഒരു കിടാവാണ്, കുഞ്ഞു കിടാവ്. എന്താ അതെപ്പോഴും നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും, ഇവിടുത്തെ ഒരാളാണ്. അപ്പം ഞാൻ ഓരോരോ ചുരിദാർ വീതം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ 2009 ഫാഷൻ സെൻസ് ഇങ്ങനെയായിരുന്നു. ഇപ്പോഴും വലിയ മെച്ചമുണ്ടെന്നല്ല, പക്ഷെ എന്നാലും നമ്മൾ അന്നത്തെ കാലത്ത് നമ്മളങ്ങനെ ഫ്ലെയറിയൊന്നും അധികം അന്നത്തെ കാലത്ത് ആ ടൈമിലൊക്കെ +2 ഇപ്പോൾ ഞാനൊരു 11 വർഷത്തിന് മുമ്പാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഡ്രസ്സസിൻ്റെ ഒരു ഇത് ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ പഴയ ഡ്രസ്സസ് കുറേ കണ്ടപ്പോൾ എനിക്കതൊക്കെ ഒരു ചെറിയ വ്ളോഗ് പോലെ എനിക്ക് ഓർമ്മയ്ക്ക് വേണ്ടി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. കണ്ടോ, ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സായിരുന്നു കേട്ടോ. ഇതൊക്കെ പഴയതായി, പക്ഷേ എനിക്കിതെന്തോ അന്നത്തെ എൻ്റെ ഫാഷൻ സെൻസ് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുന്നതാണ്. അന്നത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളായിരിക്കും ധരിച്ചിരിക്കുക എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്കന്ന് ഭയങ്കര ഫേവറേറ്റ് ഉള്ളൊരു സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഇതൊന്നും പിന്നെ ഇട്ടിട്ട് പോലും ഇല്ല. ഇതിട്ടിട്ട് ഫോട്ടോസ് ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഇത് ഒരു ഈ ചുരിദാർ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് തലേന്ന് ഇടാൻ വേണ്ടി വാങ്ങിച്ചു തന്നതാണ്. ഇതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ ഫ്ലയറി ടൈപ്പൊക്കെ ഉണ്ടല്ലേ, എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള ടൈപ്സ് ഇങ്ങനെ വരുന്നത്. എൻ്റെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു എനിക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ, കാരണം അമ്മ അന്ന് ഇങ്ങനെയുള്ള ഡ്രസ്സുകളായിരുന്നു മുഴുവൻ വാങ്ങിത്തരും. അപ്പോൾ ഇത് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് തലേന്ന് റിസപ്ഷൻ തലേന്നുള്ള ദിവസം ഇടാൻ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തന്ന ചുരിദാറാണ്. എൻ്റെ ചേച്ചി ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോയപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു ഫ്ലെയറി ചുരിദാർ വേണം എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതൊരു 2013-14 ടൈമിൽ വാങ്ങി തന്നതാണ് കേട്ടോ. ഇത് എൻ്റെ സ്കൂളിലൊരു ഫംഗ്ഷൻ ഉണ്ടപ്പോൾ എൻ്റെ അമ്മ വാങ്ങി തന്നെയാണ്. ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി. എൻ്റെ അമ്മയ്ക്ക് മഞ്ഞ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ ഡ്രസ്സ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ആര് യൂസ് ചെയ്യുന്നു. ഇപ്പം ഞാനിപ്പോൾ ക്ലീനിങ് കണ്ടോണ്ട് കേട്ടോ. ഇതൊക്കെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അതോ അല്ല, ഇതാരും ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് ഓണത്തിന് എനിക്ക് വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ് കേട്ടോ. ഫസ്റ്റ് ഓണത്തിന് അവർ ഇതൊരു 8-9 കൊല്ലം മുമ്പുള്ളതാണ്, 8 കൊല്ലം മുമ്പുള്ളതുകൊണ്ട്. ഇന്നത്തെ റോസാപ്പൊക്കെ നോക്കും, നല്ല രസമാണ്, നല്ല കളറല്ലേ. ഇതൊക്കെ ഞാൻ അന്ന് കണ്ടിട്ട് ഇന്നാണ് കേട്ടോ കാണുന്നത്. ഇതും അമ്മ വാങ്ങിച്ചു തന്നെയാണ്. ഇതൊക്കെ എനിക്കൊന്ന് നമുക്കിപ്പോൾ യൂസ് ചെയ്യാം. സ്ലീവ്ലെസ് ഈ കൈയൊന്നും എനിക്കിപ്പോൾ കയറത്തില്ല കേട്ടോ, കൈയൊന്നും ഇപ്പോൾ അധികം കയറത്തില്ല. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെയാണ്. പണ്ട് ഇസ്പ്യാർക്കോ ക്യാനാമദൂം എന്ന് പറയുന്ന ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചുരിദാറുകളൊക്കെ അന്ന് ഖുഷി കുമാരി ഗുപ്ത സിംഗ് അത് കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെയുള്ള ചുരിദാറുകളൊക്കെ എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു അവൾ ഇടുന്ന കാണുമ്പം. നിങ്ങൾക്കറിയാമായിരിക്കും ആ സീരിയൽ കണ്ടവർക്കൊക്കെ. ഇത് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടായിരുന്നു കേട്ടോ. ഒരേ ടൈപ്പ് തന്നെ പല ഷെയ്ഡ്സ് വരുന്നത്. ഇതന്ന് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ. എത്ര രൂപയാണെന്ന് അറിയില്ല. ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ചുരിദാറായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. ഈ ബാക്കിൽ കേൾക്കുന്നത് ഇവിടുത്തെ കുരുട്ടയുടെയാണ് സൗണ്ട് കേട്ടോ. ഇതൊക്കെയാണെന്നും എൻ്റെ 2011 തൊട്ടുള്ള ഫാഷൻ സെൻസ്. മൈ ഓൾഡ് വാർഡ്രോബ് എന്ന് പറയുന്നത്
എപ്പം വാങ്ങിച്ചതാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് ഞാൻ കുറേ തവണ ഇട്ടിട്ടുണ്ട്, കുറേ തവണ. ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു ദിവസം ഇത് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചുരിദാറാണ് കേട്ടോ. ഇതൊരു ഷാളാണ് ഐക്കൺ കേട്ടോ. ഭയങ്കര രസമായിരുന്നു എനിക്ക് ഷാൾ അന്ന്. ഇപ്പം എനിക്കറിയില്ല, പക്ഷെ അന്ന് എനിക്ക് ഈ ഷാൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ചേച്ചി എനിക്ക് തന്നെയുണ്ട്. എൻ്റെ ബാക്കിലൊരു വട്ടമൊക്കെ ഉണ്ട്. ഇന്നത്തെ ഫാഷൻ സെൻസാണ്, ഒരു വട്ടമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇതൊന്നും ഇടിയില്ല, കുറച്ച് നാൾ ഇട്ടതേ ഉള്ളൂ. ഒരു കുറേ വർഷമായി ഞാൻ ഇതൊക്കെ കണ്ടിട്ട് തന്നെ. ഞാനിപ്പോൾ ഇത് പെട്ടി തുറന്നത് കൊണ്ടാണ് കേട്ടോ ഇതെല്ലാം കണ്ടത്. അപ്പം ഇതൊക്കെ പണ്ട് എൻ്റെ ചേച്ചി ഫസ്റ്റ് ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട്, അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സുകളാണ്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം. ഇതൊക്കെ ഞാൻ കുറച്ച് 5 തവണ പോലും ഇതാര് ഗിഫ്റ്റ് ചെയ്തതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് ഓണത്തിന് കണ്ടോ ഇങ്ങനായിരുന്നു എൻ്റെ ഡ്രസ്സ്. ഒരു കാലം ഫുള്ള് ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടാണ് നടക്കുന്നത്. എനിക്കിപ്പോൾ അങ്ങനെ എന്തോ നൊസ്റ്റാൾജി അടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഭയങ്കര നൊസ്റ്റാൾജി. മൈ ഫാഷൻ സെൻസ് ഇൻ 2011-12 എന്ന് പറയുമ്പോൾ ഐ കാൻ ബിലീവ് എന്ന് പറയത്തില്ലേ. ഇതൊക്കെ ഇപ്പോഴും ഞാൻ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഭയങ്കര ഇത്. കാരണം ഞാൻ ഇതൊക്കെ അന്ന് ഇട്ടിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് പിന്നെ അതൊന്ന് തുടങ്ങുന്നു കേട്ടോ ഏറ്റവും വലിയായിട്ട്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കാണിച്ച് നിർത്തുകയാണ്. ഇനി വേണ്ട. ഇതാണ് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു. ഈ മണിയൊക്കെ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതൊക്കെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇതോടെ ഇതിൻ്റെ 2009 to 2012 വരെയുള്ള ഫാഷൻ സെൻസാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.